വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. തൃശ്ശൂർ സ്റ്റൈൽ ഫിഷ് കറിയാണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ ഒരു 1/2 കിലോ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, 8-10 ചുവന്നുള്ളി ഉണ്ട്. പിന്നെ നല്ലൊരു പീസ് ഇഞ്ചി, അത് 2 മുറിച്ച് വെച്ചതേ ഉള്ളേ. പിന്നെ ഒരു 10-15 കാന്താരി ഉണ്ട്. കാന്താരി ഇല്ലെങ്കിൽ ഒരു 4-5 നല്ല എരിവുള്ള പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 2-ാം പാലും 3-ാം പാലും കൂടെ എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് 1-ാം പാൽ വേണേ. ഞാനിപ്പോൾ ഇവിടെ കുടംപുളിയാണ് എടുത്തേക്കുന്നത്. അതൊരു 2-3 പീസ്. അത് മുറിച്ച് ഞാനൊരു കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കുക. വെള്ളത്തിൽ ഇങ്ങനെ ഉപ്പിട്ടിട്ട് പുളി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് അതിനകത്ത് പുളി ഇറങ്ങുമേ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെയുള്ള വീഡിയോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് വെള്ളം എടുത്തിട്ട് കുടംപുളി അതിനകത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാമെങ്കിൽ പെട്ടെന്ന് അത് പുളി ഇറങ്ങുകയും ചെയ്യും. നമ്മുടെ ഫിഷിൽ അത് പെട്ടെന്ന് പിടിച്ച് നമുക്ക് അന്ന് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുമേ. എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ ഈ കുടംപുളിക്ക് പകരം നമുക്ക് മാങ്ങ ഇട്ട് വേണേലും ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ കുടംപുളി എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം, എന്നിട്ട് ബാക്കി കാണിക്കും. ഞാനിവിടെ ആ കാന്താരിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചതാ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണേ. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം കേട്ടോ ഇടാൻ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാവേ. എരിവ് കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർക്കണേ. ഞാനിവിടെ അധികം എരിവ് ചേർക്കുന്നില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കേണ്ടതാണ് കേട്ടോ. ചിലരുടെ കൈ ഉണ്ടല്ലോ പെട്ടെന്ന് എരിയും. എൻ്റെ കയ്യിൽ എരിവൊക്കെ കൊണ്ട് പെട്ടെന്ന് എരിയും. അതുകൊണ്ടാണ് ഞാൻ ഇത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഏറ്റവും നല്ലത് അതാ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ 2-ാം പാലും 3-ാം പാലും കൂടെ ആഡ് ചെയ്യാം. കുറച്ചുകൂടെ പാല് ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ മീനും കൂടി ഇട്ട് കഴിഞ്ഞേ കുറച്ചുകൂടെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുണ്ട് കുറച്ചുകൂടെ പാലൊഴിക്കാം. ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി. പിന്നെ ചിലർക്ക് പുളി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ പുളി ഉപയോഗിക്കാം. കാരണം ഈ കോട്ടയം സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ മീൻകറിക്ക് നല്ല പുളി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ ഒരു 2-3 പീസ് പുളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഫിഷും പിന്നെ കറിവേപ്പിലയും ചേർത്താൽ മതി. ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാവേ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഈ തൃശ്ശൂർ സ്റ്റൈൽ ഫിഷ് കറി എന്ന് പറഞ്ഞാലും പല ടൈപ്പ് ഫിഷ് കറി വെക്കാൻ പറ്റും. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാതെ തേങ്ങാപ്പാലിൽ ഇതുപോലെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചതച്ചിട്ട് കുഴിപുളിയൊക്കെ അതിനകത്ത് ഇടുന്നത്. നമ്മൾ സാമ്പാറിനകത്ത് എടുത്തില്ലേ, ആ പുളിയാണ് ആ മീൻകറിക്ക് ഇടുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതും ഒരു ദിവസം ഞാൻ വെച്ച് കാണിക്കാവേ. ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻകറി ആണേലും അത് ഇറച്ചിക്കറി ആണേലും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും അത് ഇഷ്ടമാകും. ഇത് ചേരുവകളുടെ വ്യത്യാസം കൊണ്ടാണ് പല ടൈപ്പ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം ഒരു 10 മിനിറ്റ്. അപ്പം നമ്മൾ ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ഉപ്പും എല്ലാം നോക്കിക്കോണേ. ഇനി ഒരു 10 മിനിറ്റ് കഴിയട്ടെ. നമ്മുടെ ഫിഷ് കറി ഇവിടെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കുറച്ച് വെള്ളമൊക്കെ വറ്റി ഫിഷൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കുക. ഫിഷ് ഉടയാതെ വേണം കേട്ടോ. ഇങ്ങനെ പരിചയമില്ലാത്തവരാണെങ്കിൽ ആ മീനേലൊക്കെ ഇങ്ങനെ ഇട്ട് ഇളക്കിയാലുണ്ടല്ലോ അത് പൊടിഞ്ഞു പോകും. വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അത് വളരെ പെതുക്കെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തുണി പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കണേ. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ സിമ്മിലേക്ക് ആക്കുക ഞാൻ ഫ്ലെയിം അങ്ങ്. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറി ആയത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം സമയമൊന്നും വേണ്ട. അതായത് ഇപ്പോൾ ഒന്ന് തിളക്കുകയും കൂടെ ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുക് വറുത്തിടണേ. ഉള്ളിയും ചെറിയ ഉള്ളിയും കടുകും എല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ പുറത്ത് താളിച്ചിടണം. അപ്പോഴാണ് അതിൻ്റെ ശരിക്കും ആ ഒരു ടേസ്റ്റ് വരുന്നത്. ഞാനിതങ്ങ് ഓഫ് ചെയ്യുവാണേ. ഞാനിവിടെ ഒരു ചെറിയ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ആ ഒരു കടുക് പൊട്ടുന്നതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് ആ എണ്ണയിൽ ഇറങ്ങണം. എന്നാലേ ആ ഒരു കറിക്ക് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. കടുക് പൊട്ടി കഴിഞ്ഞിന് നമുക്ക് ഈ ചുവന്നുള്ളി ഉണ്ടല്ലോ, ഒരു 4-5 ചുവന്നുള്ളി അങ്ങോട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണേ. ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടി വെക്കരുത്. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴേ കുറച്ച് ഫ്ലെയിമേ ആകാവുള്ളൂ. അല്ലെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു വരും. അതായത് ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആയേ. ഇത് മതി, ഇങ്ങനെ മതിയേ. ഒരുപാടങ്ങ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. കണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ
ഇനി നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ആവശ്യത്തിന് ഇട്ടോ കേട്ടോ, ഇവിടെ കറിവേപ്പില ഇച്ചിരി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കാണിക്കുന്നത്. കറിവേപ്പില എന്തായാലും ഇട്ടാലും നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇതെങ്ങനെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടുക് വറുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കും. എന്തിനാണെന്നറിയോ? അതിൻ്റെ ഫ്ലേവർ ആ കറിക്കകത്തോട്ട് നന്നായിട്ട് ഇറങ്ങണം, എന്നാലേ ആ ഒരു കറിക്ക് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അത് തുറന്ന് തന്നെ വെച്ചേക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞാൻ ഇനി പ്രത്യേകിച്ച് വേറെ ബൗളിലൊന്നും എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഈ മീൻകറിയൊക്കെ എപ്പോഴും ചട്ടി തന്നെ ഇരിക്കുന്നതാണ് എൻ്റെ ടേസ്റ്റ്. ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്